ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജോർജ് പൊടിപ്പാറ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ CPM നേതാക്കൾക്കെതിരെ DYFI നേതാവ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ താങ്കൾ ആ ശബ്ദരേഖ കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ കരുവന്നൂർ വിഷയമടക്കം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമൊക്കെയാണ് ഇപ്പോൾ ഈ DYFI നേതാവിന്റെ ഭാഗത്ത് നിന്ന് അടക്കം വന്നിട്ടുള്ളത്. നിരവധി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ചർച്ചയാവുകയാണ്. അതായത് തൃശ്ശൂരിലെ പാർട്ടിക്കകത്ത് പൊട്ടലും ചീറ്റലും തുടങ്ങിയിട്ട് കുറെ നാളായി. അതായത് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ വലിയ തോതിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ പരാതികളൊക്കെ ഉയർന്നതാണ്. നമുക്കറിയാം, കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഒരുപക്ഷെ കേരളത്തിന്റെ സഹകരണ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രമക്കേടോ അഴിമതിയോ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. 300 കോടിയിലധികം രൂപയുടെ അഴിമതി ഒരു ബാങ്കിനോട്, ഒരു സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകാവുന്നേ ഉള്ളൂ. ആ കരുവന്നൂർ അഴിമതി പുറത്തു വന്ന ഘട്ടത്തിലാണ് ഈ DYFI ജില്ലാ സെക്രട്ടറിയായ ഈ ശരത് പ്രസാദ് ഈ നിബിൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടത്തറ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന വ്യക്തിയായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവര് തമ്മിലുള്ളൊരു സംസാരമാണത്. അത് റെക്കോർഡ് ചെയ്യപ്പെടുമെന്ന് ശരത് പ്രസാദ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നിവിൻ ഇപ്പോഴും പറയുന്നത് ഞാനല്ല അത് പുറത്തു വിട്ടത്. അപ്പൊ പിന്നെ ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന ഘട്ടത്തിൽ നേരിട്ട് സംസാരിക്കുന്നതാണ്, അല്ലാതെ ഫോണിൽ സംസാരിച്ച് റെക്കോർഡഡ് ആവുന്നതല്ല. രണ്ടുപേരും സംസാരിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഒരു മൂന്നാമനുണ്ടായിരുന്നോ അല്ലെങ്കിൽ മൂന്നാമനോ നാലാമനോ ഉണ്ടായിരുന്നോ, അവരാണോ ഇത് പുറത്തു വിട്ടത് എന്നുള്ള ചോദ്യം. അത് സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ആര് പുറത്തു വിട്ടു എന്നുള്ളതല്ല, പുറത്തു വന്ന കാര്യങ്ങളുടെ ഗൗരവമാണ് ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം പരാമർശിക്കുന്ന 3 നേതാക്കളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 1 MK കണ്ണനെ കുറിച്ച് പറയുന്നു, 2 AC മൊയ്തീനെ കുറിച്ച് പറയുന്നു, 3 വർഗീസ് കണ്ടംകുളത്തി എന്ന് പറയുന്ന കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ കുറിച്ച് പറയുന്നു. ഈ 3 പേരെ കുറിച്ചും പൊതുവിൽ ഇപ്പൊ നമുക്കറിയാം, കരുവന്നൂർ സംഭവത്തിന് ശേഷം ഈ 3 പേരും ഗുരുതരമായ ആരോപണ വിധേയരായവരാണ്. ഈ വർഗീസ് കണ്ടംകുളത്തി കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടല്ല, അതിനു മുമ്പ് തന്നെ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം വലിയ സാമ്പത്തിക ഡീലുകൾ നടത്തിയെടുക്കുന്നു എന്ന ആരോപണങ്ങളൊക്കെ മുമ്പേ മുതലുള്ളതാണ്. കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഡീലുകളും വർഗീസ് കണ്ടംകുളത്തിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അത് തൃശ്ശൂർ അങ്ങാടിപ്പാട്ടാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയില് ആ പ്രശ്നത്തിന്റെ ആര് പറഞ്ഞു? DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇത് പറയുന്നത്. അല്ലാതെ ഇത് സെൻസ് ഇല്ലാത്ത ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് ചുമ്മാ അങ്ങ് പറയുന്നതല്ല. മറിച്ച് വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഈ പിരിവെടുക്കുമ്പോ കിട്ടുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന വിഹിതത്തെ കുറിച്ച് അത് DYFI ജില്ലാ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, അത് കഴിഞ്ഞത് പാർട്ടി ഏരിയ സെക്രട്ടറി ആവുമ്പോൾ, അതും അല്ലെങ്കിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആവുമ്പോൾ, ജില്ലാ കമ്മിറ്റി അംഗമാവുമ്പോൾ, ഓരോ ഘട്ടത്തിലും അവർക്ക് കിട്ടുന്ന വരുമാന സാധ്യതകളെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. DYFI ജില്ലാ സെക്രട്ടറി പറയുന്നത് 10,000 രൂപ കിട്ടും അല്ലെങ്കിൽ ആ തുക കിട്ടും എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്ക് എത്തുമ്പോൾ, ജില്ലാ തലത്തിലേക്ക്, അത് DYFI ആയാലും പാർട്ടി ആയാലും പ്രത്യേകിച്ച് പാർട്ടിയുടെ ജില്ലാ തലത്തിലേക്ക് എത്തുമ്പോൾ ആർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. അവർക്ക് വലിയ വരുമാനം ഉണ്ടാകുന്നു, അവർക്ക് വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാകുന്നു, അവർ വലിയ ഡീലുകൾ. ഇപ്പൊ AC മൊയ്തീനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം വലിയ ഡീലുകൾ, വലിയ സമ്പന്നരായിട്ടുള്ള ഡീലുകളെല്ലാം നടത്തുന്നത് AC മൊയ്തീനാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോ ഈ കരുവന്നൂർ കേസിലും AC മൊയ്തീന്റെ പേര് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്കറിയാം. പല ബ്രോക്കർമാരുമായിട്ടും അതുപോലെ തന്നെ വലിയ റിയൽ എസ്റ്റേറ്റുകാരുമായിട്ടൊക്കെ AC മൊയ്തീന് ഡീലും ഉണ്ടായിരുന്നു എന്നും ഒക്കെ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണല്ലോ അന്ന് ഉയർന്ന ആരോപണവും അന്വേഷണമൊക്കെ. ഇവര് പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചതും അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് അത്തരം ബന്ധങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിലാണല്ലോ. കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഒക്കെയുള്ള ഒരു തോന്നൽ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം വലിയ ഡീലുകൾ നടത്തുന്നു. ആ ഡീലുകളുടെ പേരിൽ അദ്ദേഹത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്നു. അദ്ദേഹം പഴയ AC മൊയ്തീന്റെ സ്ഥാനത്തുനിന്ന് വലിയ ലക്ഷാധിപതിയായ വലിയ സമ്പന്നനായ AC മൊയ്തീനിലേക്കുള്ള പരിണാമത്തെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിനും ഒരു പടി കൂടി കടന്നിട്ടാണ് MK കണ്ണനെ കുറിച്ച് പറയുന്നത്. കപ്പലണ്ടി വിറ്റ് നടന്ന ആളാണ് അങ്ങാടി കൂടെ, തൃശ്ശൂർ അരിയങ്ങാടി കൂടെ അല്ലെങ്കിൽ എരിഞ്ഞേരി അങ്ങാടി കൂടെ റൗണ്ടിൽ കൂടെ കപ്പലണ്ടി വിറ്റ് നടന്ന AC കണ്ണന് കോടിപതിയാണ്, അല്ലെങ്കിൽ കോടാനുകോടികളുടെ സ്വത്തുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ കൈവശമുള്ള സഹകരണ ബാങ്കുകൾ എത്രയാണ്? അപ്പോ അത് ഇപ്പൊ കേരള ബാങ്കിന്റെ വലിയ അവരക്കാരിൽ ഒരാളാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇവരെല്ലാം പണം ഉണ്ടാക്കിയത് പാർട്ടി ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ പാർട്ടി
പാർട്ടിയിൽ നിന്നാണ് ഇവരെല്ലാം പണം ഉണ്ടാക്കിയത്, പാർട്ടിയെ ഉപയോഗിച്ചാണ് പണം ഉണ്ടാക്കിയതെന്നാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഇപ്പൊ അദ്ദേഹം പറയുന്ന 5 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ആ 5 വർഷം മുമ്പ് എന്നുള്ളത് കരിമന്നൂർ സംഭവം ഉണ്ടായ കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ആരോപണങ്ങളും കേസുകളും ഒക്കെ ED ഒക്കെ രംഗത്ത് വരുന്നതിന് മുമ്പാണ്, 5 കൊല്ലം മുമ്പാണ് ഈ സംഭവം പറയുന്നത് എന്നുള്ളത് ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്. കാരണം അത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേതാക്കൾക്കെതിരെ ഉയരുകയും പാർട്ടിയിലെ തൃശ്ശൂരിലെ പാർട്ടി വലിയ എന്താ പറയാ വലിയ തർക്ക വിതർക്കങ്ങളിലേക്ക്, വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കൊക്കെ പോകുന്നൊരു ഘട്ടത്തിലാണ് ഈ സംസാരം. മാത്രമല്ല ഈ പറയുന്ന ഇപ്പൊ ഈ നിബിൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരുന്നു. പക്ഷെ ആ മേഖലയിൽ കുട്ടനെല്ലൂർ ബാങ്ക്, നടത്തറ സഹകരണ ബാങ്ക്, അങ്ങനെ കുറെ അധികം ബാങ്കുകൾ, 6ഓളം സഹകരണ ബാങ്കുകൾ വലിയ പ്രതിസന്ധിയിൽ നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായൊരു ഘട്ടത്തിൽ ഈ നിബിൻ ശ്രീനിവാസൻ ചില കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തി. ആ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തിയ ശേഷം ഈ നിബിൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ കൂടിയാകാം അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞത്. അദ്ദേഹത്തെ തരം താഴ്ത്തിയതും അദ്ദേഹം ഇങ്ങനെ പരസ്യ പ്രതികരണത്തിന് മുതിർന്നു എന്നതിന്റെ പേരിലായിരിക്കാം. ഏതായാലും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരാള് ഇങ്ങനെ നിബിൻ ശ്രീനിവാസനുമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നു. ആ തുറന്നു പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അത് ശബ്ദരേഖ പുറത്തു വരുന്നു. ആര് പുറത്തു വിട്ടു എന്നുള്ളതല്ല, ആ ശബ്ദരേഖയിൽ പറയുന്ന പല കാര്യങ്ങളും തൃശ്ശൂരിലെ പാർട്ടിയെ ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് വലിക്കുന്ന അല്ലെങ്കിൽ ഇടുന്ന ഒരു സംഭവമാണ്. അതിൽ പലതും നാട്ടിലെ വലിയ സംസാര വിഷയമാണ്. എ.സി. മൊയ്തീന്റെ കാര്യവും MK കണ്ണന്റെ കാര്യവും അതുപോലെ വർഗീസ് കണ്ണൻകുളത്തിയുടെ കാര്യവും പാർട്ടി പ്രവർത്തകരും അല്ലാത്തവരും പൊതുസമൂഹവും എല്ലാം കുറെ കാലങ്ങളായിട്ട് ഇവർക്കെതിരെയുള്ള ഗോസിപ്പ് അല്ല, ഇവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തൃശ്ശൂർ വലിയൊരു സംസാരമാണ്. അപ്പൊ അതിനെ അടിവരയിടുന്ന, അത് അക്നോളജ് ചെയ്യുന്ന രീതിയിൽ, എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ മൊഴി വന്നിരിക്കുന്നത്. അയാൾ ഇപ്പൊ പറയുന്നുണ്ട് 5 കൊല്ലം മുമ്പ്. 5 കൊല്ലം മുമ്പല്ല, 5 കൊല്ലത്തിൽ നിന്ന് ഇപ്പോഴും കാര്യമായിട്ട് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇവർക്കെതിരെ ആരോപണങ്ങളൊക്കെ ഇപ്പോഴും ശക്തമായി തന്നെ രംഗത്തുണ്ട്. ED കേസ് അവസാനിച്ചിട്ടൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പാർട്ടിയെ ഗുരുതരമായ രീതിയിൽ, മാത്രമല്ല ഈ ശ്രീനിവാസൻ പറയുന്നത്, നിബിൻ ശ്രീനിവാസൻ പറയുന്നത് ഇത് സംബന്ധിച്ച്, ഈ പ്രശ്നങ്ങളെല്ലാം സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട്. അതിന് മറുപടി പോലും കിട്ടിയില്ല എന്നാണ്. നമുക്കറിയാം കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. പാർട്ടിക്കും പണം കിട്ടിയിട്ടുണ്ടെന്നും പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇവിടുന്ന് കിട്ടിയ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഉള്ള രീതിയിൽ ED അക്കൗണ്ട് ഫ്രീസ് ചെയ്ത കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ജില്ലയിലെ പാർട്ടിയുടെ വിശ്വാസ്യതയെ വലിയൊരളവിൽ ബാധിക്കുന്നു. ഒപ്പം ജില്ലയിലെ പാർട്ടിയുടെ അമരക്കാരായിരുന്ന ജില്ലാ സെക്രട്ടറി ശ്രീ ജോർജ് പൊടിപ്പാറ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.